A random process is defined by x of t is equal to k cos omega t greater than or equal to 0, where omega is a constant and k is uniformly distributed between 0 and 2. Determine the following: expectation of x of t, autocorrelation function of x of t, autocovariance function of x of t. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു റാൻഡം പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ കോസ് ഒമേഗ ടി. ഓക്കെ, ഇവിടെ ടി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഒമേഗ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റന്റ് ആണ്. ഒമേഗ എന്താണ്? ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കെ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്? കെ എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 0 ആൻഡ് 2. അതായത് കെ എന്ന് പറയുന്നത് ഒരു യൂണിഫോം റാൻഡം വേരിയബിൾ ആണ്. ഇറ്റ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 0,2. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എങ്ങനെയാണ് വരിക? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എങ്ങനെയാണ്? ജനറൽ ഫോമുല എന്താണ്? സപ്പോസ് എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇന്റർവെൽ ഓപ്പൺ എ ബി ആണെങ്കിൽ നമുക്ക് അതിന്റെ PDF എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/b മൈനസ് എ വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, 0 otherwise. ഇങ്ങനെയാണ് അതിന്റെ PDF വരിക. ഒരു യൂണിഫോം എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ PDF ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ എന്ന് പറയുന്ന അതാണ് യൂണിഫോം റാൻഡം വേരിയബിൾ. അപ്പൊ അതിന്റെ PDF എങ്ങനെ വരും? എഫ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 1/2 minus 0, അതായത് 2 when 0 less than k less than 2, 0 otherwise. ഇങ്ങനെയായിരിക്കും നമ്മുടെ k എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന്റെ PDF വരിക. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എങ്കിൽ നമുക്ക് അതിന്റെ എന്ത് കണ്ടെത്താൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടെത്താൻ അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? a പ്ലസ് ബി ബൈ 2 അല്ലെ. അതുപോലെ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12. ഇതാണ് നമ്മുടെ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? എക്സ്പെക്ടേഷൻ വേരിയൻസും എന്ത് വരും? കെ എന്ന് പറയുന്ന യൂണിഫോം റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 0 ബൈ 2, അതായത് 2 പ്ലസ് 0 ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് 1 അല്ലെ. ഇനി വേരിയൻസ് ഓഫ് കെ എന്താണ് വരിക? വേരിയൻസ് ഓഫ് കെ എന്ന് പറയുമ്പോൾ 2 മൈനസ് 0 ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് വരും. ദാറ്റ് മീൻസ് 2 മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ, അതായത് 4/12 വരും. ദാറ്റ് മീൻസ് 1/3 വരും. ഓക്കെ, അപ്പൊ നമുക്ക് കെ എന്ന് പറയുന്ന യൂണിഫോം റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഒരാളെ കൂടി ഇവിടെ കണ്ടെത്തി വെക്കുകയാണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ആവശ്യമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇപ്പോഴേ നമ്മളത് കണ്ടെത്തി വെക്കുകയാണ്. എക്സ്പീരിയൻസ് ഓഫ് കെ എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഒരു റാൻഡം വേരിയബിളിന്റെ സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ എക്സ് ഇതാണ് നമ്മുടെ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ വേരിയൻസ് ഓഫ് കെ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് കെ ദി ഹോൾ സ്ക്വയർ ആണ് വരിക. വേരിയൻസ് ഓഫ് കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1/3 കിട്ടിയിട്ടുണ്ട് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ നമുക്ക് അറിയില്ല. എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടില്ല. മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് കെ അറിയാം, എന്താണ്? 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് വരും. ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ എന്താ കിട്ടുക? ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 1 വരും. ദാറ്റ് മീൻസ് എന്ത് വരും? 4/3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കെ എന്ന് പറയുന്ന യൂണിഫോം റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് കെയും വേരിയൻസ് ഓഫ് കെയും എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയറും കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത്രയും കാര്യം ആദ്യം നമ്മളൊന്ന് കണ്ടെത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം പ്രോസസ് ആണ് അല്ലെ. റാൻഡം പ്രോസസിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തണം. എന്താണ് എക്സ്പെക്ടേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കെ കോസ് ഒമേഗ ടി ആണ് അല്ലെ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒമേഗ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കോസ് ഒമേഗ ടി എന്തായി പോയി? കോൺസ്റ്റന്റ് ആയി പോയി അല്ലെ. അപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റും എക്സ് റാൻഡം വേരിയബിളും ആണെങ്കിൽ ഇവിടെ എന്താണ്? ഒമേഗ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ കോസ് ഒമേഗ ടി കംപ്ലീറ്റ് ആരായി പോയി? കോൺസ്റ്റന്റ് ആയി പോയി. എ ആണ് റാൻഡം വേരിയബിൾ. അപ്പൊ ഇത് ആണ് എയുടെ സ്ഥാനത്തുള്ള കോസ് ഒമേഗ ടി ആണ് ഇവിടെ എയുടെ പൊസിഷനിൽ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോസ് ഒമേഗ ടിനെ ഔട്ട്സൈഡ് എടുത്തൂടെ? അപ്പൊ എന്ത് വരും? കോസ് ഒമേഗ ടി എക്സ്പെക്ടേഷൻ ഓഫ് കെ എന്ന് വരും. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് കെ എന്താ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ളത്? എക്സ്പെക്ടേഷൻ ഓഫ് ടി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്താണ്? 1 ആണെന്ന്. അപ്പൊ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി ഇൻറ്റു 1, അതായത് കോസ് ഒമേഗ ടി. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ത് കിട്ടി നമുക്ക്? കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താനുള്ളത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ്. അപ്പൊ എന്താണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി? അതിന് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എക്സ് എക്സ് ഓഫ് t1, t2 is equal to expectation of x of t1 into x of t2. ഇതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? കെ കോസ് ഒമേഗ
ടി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി വൺ എന്താ വരിക? കെ കോസ് ഒമേഗ ടി വൺ വരും. എക്സ് ഓഫ് ടി ടു എന്താ വരിക? കെ കോസ് ഒമേഗ ടി ടു എന്ന് വരും. അപ്പൊ അത് നമുക്ക് ഇവിടെ ഈ എക്സ് ഓഫ് ടി വണ്ണിന്റെ എക്സ് ഓഫ് ടി ടുവിന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കാം? ഈ രണ്ട് കാര്യങ്ങളാക്കി നമുക്ക് ഇതിനെ മാറ്റാം അല്ലെ. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വണ്ണിന്റെ പൊസിഷനിൽ എന്ത് വരും? കെ കോസ് ഒമേഗ ടി വൺ. എക്സ് ഓഫ് ടി ടുവിന്റെ പൊസിഷനിൽ എന്ത് വരും? കെ കോസ് ഒമേഗ ടി ടു എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതില് എക്സ്പെക്ടേഷൻ ഓഫ് കെ ഇൻറ്റു കെ എന്ത് വരും? കെ സ്ക്വയർ വരും. കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്ന് വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ ടി വണ്ണും കോസ് ഒമേഗ ടി ടുവും എന്തായി? കോൺസ്റ്റന്റ് ആയി. അപ്പൊ ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നുള്ള അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം, കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ എന്തിനാ ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ നേരത്തെ കണ്ടെത്തി വെച്ചതെന്ന്? നമ്മൾ ഓൾറെഡി എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? എക്സ്പെക്ടേഷൻ കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/3 എന്ന് വരും അല്ലെ. നമുക്ക് കിട്ടുക കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു 4/3 എന്ന് വരും. ഇതാണ് ആൻസർ. ഇതിനൊന്നും കൂടി റെഡിയാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4/3. പിന്നെ ആദ്യം എഴുതാം 4/3 കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു അല്ലെ. കോസ് ഒമേഗ ടി ടു എന്ന് വരും. ഇതാണ് നമ്മുടെ എന്താ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ഓട്ടോ കൊവേരിയൻസ് ഫംഗ്ഷൻ കണ്ടെത്തണം. എന്താണ് ഓട്ടോ കൊവേരിയൻസ് ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? ഓട്ടോ കൊവേരിയൻസ് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താ വരിക? സി എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു. ഇതാണ് എന്ത്? എക്സ് ഓഫ് ടി ടു. ഇതാണ് ഓട്ടോ കൊവേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കണ്ടെത്താനുള്ള ഇക്വേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ആർ എക്സ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? കോസ് ഒമേഗ ടി ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ എന്താ വരിക? ടീന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ടി ഉണ്ടാക്കിയാൽ മതി. കോസ് ഒമേഗ ടി വൺ ആയിരിക്കും വരിക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു എന്താ വരിക? കോസ് ഒമേഗ ടി ടു ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഇവിടെ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ആർ എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു എന്താ കിട്ടിയത് നമുക്ക്? 4/3 കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു അല്ലെ, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ എന്താ വരിക? കോസ് ഒമേഗ ടി വൺ അല്ലെ. എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി ടു എന്ത് വരും? കോസ് ഒമേഗ ടി ടു എന്ന് വരും. ഓക്കെ, അപ്പോ ഇവിടെ 4/3 കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു മൈനസ് കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്ത് വരും? 4/3 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്നാണ് കിട്ടുക. ഇതാണ് എന്ത്? ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, random process x of t is defined by x of t is equal to 2 cos 5t plus theta, where theta is uniformly distributed in closed interval 0 to pi. Find mean, autocorrelation and autocovariance. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെയുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി നമ്മുടെ റാൻഡം പ്രോസസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണ്? എക്സ് ഓഫ് ടി is equal to 2 cos 5t plus theta. ഓക്കെ, തീറ്റ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ തീറ്റ ആണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇന്റെ ഇന്റർവൽ 0 to pi. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് പി ഡി എഫ് എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/b മൈനസ് എ വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, 0 അതർവൈസ് അല്ലെ. ഇതാണ് ആ ഒരു റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പി ഡി എഫ് വരും. അപ്പൊ ഇവിടെ തീറ്റയാണ് എന്ത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പി ഡി എഫ് എന്ത് വരും? എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2π മൈനസ് 0 അല്ലെ. 2π മൈനസ് 0 എന്ന് പറയുമ്പോൾ 2π വെൻ 0 ലെസ് ദാൻ എക്സ് അല്ല തീറ്റ ലെസ് ദാൻ 2π. ഓക്കെ, 0 അതർവൈസ്. ഇങ്ങനെയായിരിക്കും എന്ത് വരിക? തീറ്റ എന്ന് പറയുന്ന യൂണിഫോം റാൻഡം വേരിയബിളിന്റെ പി ഡി എഫ് വരിക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇനി എന്തൊക്കെ കണ്ടെത്തി വെക്കണം? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റയും എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയറും വേരിയൻസ് ഓഫ് തീറ്റയും കണ്ടെത്തണം അല്ലെ. അപ്പോ എക്സ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെ കണ്ടെത്താം? എക്സ്പെക്ടേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ പറയുന്നത് a പ്ലസ് ബി ബൈ 2 ആണ് അല്ലെ. അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 ആണ് വരിക. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ യു എന്ന് പറയുന്ന യൂണിഫോം റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെ കണ്ടെത്താം? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2π പ്ലസ് 0/2 അല്ലെ. 2π പ്ലസ് 0/2 എന്ന് വരും. അതായത് 2π/2 ദാറ്റ് മീൻസ് പൈ എന്ന് വരും. 2 കട്ട് ചെയ്താൽ പൈ എന്ന് വരും അല്ലെ. ഇനി വേരിയൻസ് ഓഫ് തീറ്റ എന്താ വരിക? ഇക്വേഷൻ അനുസരിച്ചിട്ട് b മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 അതായത് 2π മൈനസ് 0
ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് വരും. 2π മൈനസ് 0 എന്ന് പറയുമ്പോൾ 2π. 2πന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 പൈ സ്ക്വയർ ഉണ്ടായിരിക്കും ബൈ 12 ഉണ്ടായിരിക്കും. അപ്പൊ ഇത് 4ഉം 12ഉം കൂടി കട്ട് ചെയ്താൽ നമുക്ക് പൈ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും അല്ലെ. നെക്സ്റ്റ് നമുക്ക് ആരെ കണ്ടെത്തണം? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ കണ്ടെത്തണം. വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ത്രീ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടെത്താം. അതായത് നമുക്ക് ഇവിടെ എന്ത് കണ്ടെത്താം? വേരിയൻസ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് തീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് നമുക്ക് അറിയാത്തതാണ്. മൈനസ് എക്സ്പെക്ടേഷൻ തീറ്റ നമ്മൾ കണ്ടെത്തി പൈ ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ വരും. ഈക്വൽ ടു വേരിയൻസ് ഓഫ് തീറ്റ എന്താണ്? പൈ സ്ക്വയർ ബൈ 3 ആണ് അല്ലെ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ മൈനസ് പൈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈക്വലിന്റെ അപ്പുറത്ത് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് പൈ സ്ക്വയർ എന്ന് വരും അല്ലെ. ഇതെന്താ വരിക? 4 പൈ സ്ക്വയർ ബൈ 3 അതായിരിക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ വരെ. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടെത്തി? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ, വേരിയൻസ് ഓഫ് തീറ്റ, എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ, ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? മീൻ കണ്ടെത്തണം, ഓട്ടോ കോറിലേഷൻ കണ്ടെത്തണം, ഓട്ടോ കോവേരിയൻസ് കണ്ടെത്തണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മീൻ കണ്ടെത്താം അല്ലെ. മീനിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോ എക്സ് ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 2 cos 5t പ്ലസ് തീറ്റ. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടി തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ തീറ്റയാണ് എന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെയാണ് ടി ഒക്കെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 2 കോൺസ്റ്റന്റ് ആയത് കാരണം നമുക്ക് പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പൊ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? 2 ആണ് അല്ലെ. തീറ്റ എന്ന് പറയുന്നത് വേരിയബിൾ ആയത് കാരണം നമുക്ക് അതിനെ ഇത് കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആയി മാറുന്നില്ല. അപ്പൊ നമുക്ക് ആരെയാണ് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുക? 2നെ ഔട്ട് സൈഡ് എടുക്കാം. 2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5t പ്ലസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോ ഈ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5t പ്ലസ് തീറ്റ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലെ. ഇവിടെ വേരിയബിൾ ആരാണ്? തീറ്റയാണ് വേരിയബിൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ 2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് കോസ് 5t പ്ലസ് തീറ്റ. ഇതിന്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഈ പൊസിഷനിൽ വരിക അല്ലെ. കോസ് 5t പ്ലസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഇവിടെ വേരിയബിൾ എക്സ് ആയതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയത്. ഇവിടെ വേരിയബിൾ എന്താണ്? തീറ്റ ആയത് കാരണം എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് വന്നു. ഇനി നമ്മുടെ റേഞ്ച് എന്താണ്? 2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എവിടെയാണ്? 0 ടു 2πയിലാണ് തീറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റേഞ്ച് എന്ത് വരും? ലിമിറ്റ് എന്ത് വരും? 0 ടു 2π കോസ് 5t പ്ലസ് തീറ്റ. എഫ് ഓഫ് തീറ്റ എന്താണ്? 1/2π ആണ് അല്ലെ. 1/2π ഡി തീറ്റ എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് ആരെ ഔട്ട് സൈഡ് എടുക്കാം? ഇവിടെ നമുക്ക് 1/2π ഔട്ട് സൈഡ് എടുക്കാം. 2/2π ഇന്റഗ്രൽ 0 ടു 2π കോസ് 5t പ്ലസ് തീറ്റ ഡി തീറ്റ എന്ന് വരും അല്ലെ. ഇവിടെ നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്ത് ഒഴിവാക്കാം. 1/π ആണ് വരിക ഔട്ട് സൈഡ്. 1/π ഇവിടെ ഉണ്ടായിരിക്കും. ഇനി കോസ് 5t പ്ലസ് തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 5t പ്ലസ് തീറ്റ വരും. ഇവിടെ തീറ്റയുടെ കോഫിഷ്യന്റ് 1 ആണ്. ഓൾ ഡിവൈഡ് ബൈ 1 എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ടു 2π ആണ് വരിക അല്ലെ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. 1/π അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2π ആണല്ലേ. അപ്പൊ തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 2π കൊടുക്കാം. സൈൻ 5t പ്ലസ് 2π അപ്പർ ലിമിറ്റ് കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. ലോവർ ലിമിറ്റ് ആരാണ്? തീറ്റയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ സൈൻ 5t പ്ലസ് 0 എന്നാണ് വരിക അല്ലെ. 0 എന്നാണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തു. ഇനി എന്താണ് സൈൻ 5t പ്ലസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഓൾറെഡി ഉണ്ട്. സൈൻ 5t പ്ലസ് 2π എന്ത് വരും? നമ്മളിത് ഒരു ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ് സർക്കിൾ ആണ്. ഇതാണ് 2π എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് 2π ആവുക. 2π പ്ലസ് 5t എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുക അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും എന്താണ്? പോസിറ്റീവ് ആണ്. പിന്നെ 2π കൊണ്ടുള്ള ഓപ്പറേഷൻ ആയത് കാരണം സൈൻ തന്നെയായിരിക്കും വാല്യൂ വരിക. അപ്പോൾ സൈൻ 5t എന്ന് വരും. ഇവിടെ മൈനസ് ഇവിടെ സൈൻ 5t പ്ലസ് 0 എന്ന് പറയുമ്പോൾ അവിടെ സൈൻ 5t തന്നെയാണ് വരിക. സൈൻ 5t മൈനസ് സൈൻ 5t എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മീൻ എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഓട്ടോ കോറിലേഷൻ ആണ്. ഓട്ടോ കോറിലേഷൻ ഇക്വേഷൻ എന്താണ്? ആർ എക്സ് എക്സ് ഓഫ് t1, t2 ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2. ഇതാണ് ഓട്ടോ കോറിലേഷൻ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആരാണ്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 2 cos 5t പ്ലസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് t1 എന്താ വരിക? 2 cos 5t1 പ്ലസ് തീറ്റ എന്നല്ലേ വരിക. എക്സ് ഓഫ് t2 എന്ത് വരും? എക്സ് ഓഫ് t2 ഈസ് ഈക്വൽ ടു 2 cos 5t2 പ്ലസ് തീറ്റ എന്നാണ് വരിക.
അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഓഫ് ടി വണ്ണിന്റെ എക്സ് ഓഫ് ടി ടുവിന്റെ പൊസിഷനിൽ ഈ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഓഫ് ടി വണ്ണിന്റെ പൊസിഷനിൽ എക്സ്പെക്ടേഷൻ ഓഫ് 2 cos 5 t1 plus theta 2 cos 5 t2 plus theta ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെ 2 into 2 എന്താണ്? 4 ആണ്. അത് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ കോൺസ്റ്റന്റ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 4 എക്സ്പെക്ടേഷൻ ഓഫ് cos 5 t1 plus theta into cos 5 t2 plus theta എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തീറ്റ നമ്മുടെ വേരിയബിൾ ആണ്. ഇതിന് മുൻപ് നമുക്ക് ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇവിടെ കോസ് നമുക്കറിയാം, കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു 1/2 കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസ് 5 t1 പ്ലസ് തീറ്റ കോസ് 5 t2 പ്ലസ് തീറ്റ ഇതൊന്ന് മാറ്റി എഴുതാം. അപ്പൊ ഇവിടെ ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം? 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി അല്ലെ? കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് 5t1 പ്ലസ് തീറ്റ മൈനസ് ഓഫ് 5t2 പ്ലസ് തീറ്റ എന്ത് വരും? തീറ്റ തീറ്റയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ വരിക 5t1 മൈനസ് t2 എന്നായിരിക്കും വരിക. ഇനി പ്ലസ് കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 5t1 പ്ലസ് തീറ്റ പ്ലസ് 5t2 പ്ലസ് തീറ്റ. അപ്പൊ എന്താ വരിക? 5t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് 1/2 എന്താണ്? കോൺസ്റ്റന്റ് ആണല്ലോ. അതിന് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 4/2 വരും. 4/2 എന്ന് പറയുമ്പോൾ 2. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 t1 മൈനസ് t2 പ്ലസ് കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. ഇങ്ങനെ നമുക്ക് അതിനെ മാറ്റി എഴുതാം. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇത് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ? അപ്പൊ ഇതിനെന്ത് വരും? 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 t1 മൈനസ് t2 പ്ലസ് 2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ അല്ലെ? ഇങ്ങനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം തീറ്റയാണ് നമ്മുടെ എന്ത്? വേരിയബിൾ. തീറ്റ ഇവിടെ എന്താണ്? തീറ്റ വന്നിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ നോക്കൂ, കോസ് 5 t1 മൈനസ് t2 ആണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ വേരിയബിളേ ഇല്ല. അപ്പോൾ ഇത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എ ആണ് വരിക. ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 2 ഇൻറ്റു എയുടെ പൊസിഷനിൽ ഇതായത് കാരണം നമുക്ക് അതെങ്ങനെ എഴുതാം? കോസ് 5 t1 മൈനസ് t2 എന്ന് എഴുതാം അല്ലെ? പ്ലസ് 2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ എന്ന് വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് 5 കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ നമുക്ക് സെപ്പറേറ്റ് കണ്ടെത്തണം. അത് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. എങ്ങനെ വരും? ഇത് ഇക്വേഷൻ 1 ആണ് വിചാരിക്കാം. നമുക്ക് ആദ്യം ഇതിൽ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എന്താണോ വരുന്നത് അതായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഇവിടെ എക്സിന്റെ പൊസിഷനിൽ ആരാണ് വന്നിട്ടുള്ളത്? കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ വേരിയബിൾ ആരാണ്? എക്സ് ആണെങ്കിൽ ഇവിടെ വേരിയബിൾ ആരാണ്? തീറ്റ ആണ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ അല്ലെ? എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. തീറ്റ അല്ലേ വേരിയബിൾ, അതുകൊണ്ട്. ഇനി യൂണിഫോം റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്റഗ്രൽ 0 ടു 2πയിലാണ്. കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 1/2π ആണ്. ഡി തീറ്റ വരും അല്ലെ? 1/2π കൊണ്ട് ഔട്ട് സൈഡ് എടുത്തൂടെ? 1/2π ഔട്ട് സൈഡ് എടുക്കാം. ഇനി കോസ് 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റയുടെ ഇന്റഗ്രേറ്റഡ് എന്താണ് വരിക? തീറ്റ ആണ് നമ്മുടെ വേരിയബിൾ. അപ്പൊ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 5 t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ വരും. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? തീറ്റയുടെ കോഎഫിഷ്യന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ബൈ 2 വരും. ലിമിറ്റ് എന്ത് വരും? 0 ടു 2π. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് ഈക്വൽ ടു 2നെ കൊണ്ട് കൊടുത്താൽ നമുക്ക് 1/4π ആണ് കിട്ടുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ സൈൻ 5 t1 പ്ലസ് t2 പ്ലസ് തീറ്റയുടെ സ്ഥാനത്ത് 2π കൊടുത്താൽ 4π വരും അല്ലെ? 4π അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് പറയുമ്പോൾ സൈൻ 5 t1 പ്ലസ് t2 തീറ്റയുടെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ഭാഗം 0 ആയി പോകും. അപ്പൊ ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തു. ഇനി 1/4π സൈൻ 5 t1 പ്ലസ് t2 പ്ലസ് 4π. പൈ മൾട്ടിപ്ലൈ ആയത് കാരണം നമുക്ക് അതിന് സൈൻ തന്നെ ആയിരിക്കും വരിക. സൈൻ 5 t1 പ്ലസ് t2 തന്നെ ആയിരിക്കും വരിക അല്ലെ? സൈൻ വാല്യൂസ് ആയിരിക്കും വരിക. പിന്നെ 2π മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 2π പ്ലസ് എന്നുള്ള രീതിയിലായതുകൊണ്ട് ആൻസർ ഇതാണ് വരിക. മൈനസ് സൈൻ 5 t1 പ്ലസ് t2 എന്ന് വരും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക?
0 ആയിരിക്കും വരിക അല്ലെ. sin 5 t1 plus t2 മൈനസ് sin 5 t1 plus t2 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ആൻസർ എന്തായി പോയി? ആ പാർട്ട് എന്തായി പോയി? 0 ആയി പോയി. ഇക്വേഷൻ 1 ഇത്രയും ഭാഗം ആരായി? 0 ആയി. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്താ വരിക? ആർ ആർ എക്സ് എക്സ് ഓഫ് t1, t2 എന്ന് പറയുന്നത് 2 cos 5 t1 മൈനസ് t2 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താനുള്ളത് ആരാണ്? ഓട്ടോ കൊവേരിയൻസ് ആണ്. ഓട്ടോ കൊവേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്? സി എക്സ് എക്സ് ഓഫ് t1, t2 ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് t1, t2 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t2. ഇതാണ് ഓട്ടോ കൊവേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അല്ലെ. നമ്മൾ ഓൾറെഡി എന്ത് കണ്ടെത്തി വെച്ചു? ആർ എക്സ് എക്സ് ഓഫ് t1, t2 കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? കിട്ടിയത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t2 എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക 2 cos 5 t1 മൈനസ് t2 മൈനസ് 0 into 0. ദാറ്റ് മീൻസ് ഓട്ടോ കൊവേരിയൻസ് എന്താണ്? 2 cos 5 t1 മൈനസ് t2 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? ഓട്ടോ കൊവേരിയൻസും ഓട്ടോ കോറിലേഷനും മീനും കണ്ടെത്തി.